നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശ അധ്യാപക മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ അധ്യാപകരായി ഒത്തിരി പേർ ജോലി ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴത്തെ കുവൈറ്റിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൻ അഴിച്ചുപണി നടക്കുകയാണ്. ഈ ഒരു വാർത്തയാണ് പ്രവാസി മലയാളിയിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വാർത്തയിലേക്ക്. കുവൈറ്റിൽ വിദേശ അധ്യാപക നിയമനത്തിനു രാജ്യം തിരിച്ച് ക്വാട്ട നിശ്ചയിക്കാൻ നിർദ്ദേശിക്കുകയാണ് അവിടുത്തെ സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട ബില്ലിന് വിദ്യാഭ്യാസ സമിതി അംഗീകാരവും നൽകിക്കഴിഞ്ഞു. പരിചയ സമ്പത്തുള്ളവരെ മാത്രം നിയമിച്ചാൽ മതിയെന്നാണ് നിലവിൽ ഉയർന്നുവരുന്ന നിർദ്ദേശം. അൽ തബ്തായി MP ആണ് സ്കൂളുകളിൽ വിദേശി അധ്യാപകരെ നിയമിക്കുന്നതിന് കൂടുതൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തണമെന്നും നിലവിലുള്ളവ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് കരട് നിർദ്ദേശം അവതരിപ്പിച്ചത്. അധ്യാപകരെ നിയമിക്കുമ്പോൾ രാജ്യം തിരിച്ച് ക്വാട്ട നിശ്ചയിക്കണമെന്നും വിദ്യാഭ്യാസ നിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നുമാണ് MP നിർദ്ദേശിച്ചത്. ഇതുവഴി വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ വൈവിധ്യം സാധ്യമാക്കാനാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദേശ അധ്യാപകർക്ക് ബിരുദാന്തര ബിരുദവും ചുരുങ്ങിയത് 10 വർഷത്തെ പരിചയവും നിർബന്ധമാക്കണമെന്നാണ് കരട് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അധ്യാപകരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദേശ അധ്യാപകരുടെ കുത്തൊഴുക്കാണെന്നും സ്വദേശി അധ്യാപകരുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പാർലമെന്റ് വിദ്യാഭ്യാസ സമിതിയുടെ അംഗീകാരം ലഭിച്ച നിർദ്ദേശം നിയമകാര്യ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. എന്തായാലും അധ്യാപകരുടെ കാര്യത്തിൽ കുവൈറ്റ് വൻ അഴിച്ചുപണികൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വിദേശത്ത് അധ്യാപക മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുവൈറ്റിൽ വലിയ അവസരങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കുവൈറ്റ് പോലുള്ളൊരു രാഷ്ട്രത്ത് ജോലി ചെയ്യുക എന്നത് ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്ന വലിയ സ്വപ്നം തന്നെയാണ്. പ്രത്യേകിച്ചും അധ്യാപക മേഖലയിൽ ജോലി ചെയ്യുക എന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് ചുവടുവെക്കാൻ ഈ ഒരു വാർത്ത നിങ്ങളെ സഹായിക്കട്ടെ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.